മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ സ്കൂൾ യൂണിഫോമിൽ ഇളവ് വരുത്തിയെന്നും സ്കൂൾ പ്രിൻസിപ്പൽ മാപ്പ് പറഞ്ഞെന്നുമുള്ള പ്രചരണങ്ങൾക്ക് വസ്തുതാവിരുദ്ധമെന്ന് സ്കൂൾ അധികൃതർ. RDO ഓഫീസിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ നിലവിലുള്ള യൂണിഫോം മാറ്റമില്ലാതെ തുടരാനാണ് തീരുമാനമായതെന്നും അധികൃതർ വ്യക്തമാക്കി. കോവിഡ് മൂലം അടച്ച സ്കൂൾ തുറന്നപ്പോൾ യൂണിഫോം മറച്ചുകൊണ്ട് മതവസ്ത്രങ്ങളാണെന്ന പേരിൽ കൈ മുഴുവൻ മറയ്ക്കുന്ന തരത്തിൽ ഇന്നർ ധരിച്ചും തലമറച്ചുകൊണ്ടും ചില കുട്ടികൾ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെത്തിയിരുന്നു. UP വിഭാഗത്തിൽപ്പെട്ട ഈ കുട്ടികളോട് ഇതൊഴിവാക്കാൻ സ്കൂൾ അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ചില രക്ഷിതാക്കൾ ഒളിക്യാമറയുമായി പ്രധാനാധ്യാപികയുമായി ഇക്കാര്യം ചർച്ച ചെയ്യാനെന്ന് വ്യാജേന എത്തുകയും വീഡിയോ എടുത്ത് സാമൂഹ്യമാധ്യമങ്ങളിൽ തെറ്റായി പ്രചരിപ്പിക്കുകയുമായിരുന്നു. ബംഗളൂരുവിലെ ഹിജാബ് വിഷയത്തിന് സമാനമായി കേരളത്തിലും പ്രകോപനം സൃഷ്ടിക്കാൻ ഇസ്ലാമിക തീവ്ര നിലപാട് പുലർത്തുന്ന സംഘടനകൾ ഇതൊരു അവസരമാക്കി മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് RDO ഓഫീസിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ നിലവിലുള്ള യൂണിഫോം മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രധാന അധ്യാപികയായ സിസ്റ്റർ ഈ നിലപാട് വെള്ളപ്പേപ്പറിൽ എഴുതി നൽകുകയും ചെയ്തു. അതേസമയം രക്ഷിതാക്കൾ എന്ന പേരിലെത്തിയവരോടുള്ള സംഭാഷണത്തിൽ സംയമനക്കുറവുണ്ടായതായി സ്കൂൾ അധികൃതർ സമ്മതിച്ചു. അനധികൃതമായി വീഡിയോ പകർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനും രക്ഷിതാവിന്റെ പേരിലെത്തിയവരും മാപ്പ് പറഞ്ഞു. എന്നാൽ ഈ സംഭവത്തെ ചില മാധ്യമങ്ങളും സംഘടനകളും തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നു. സ്കൂൾ അധികൃതർ മാപ്പ് പറഞ്ഞെന്നും യൂണിഫോമല്ലാത്ത മതവസ്ത്രങ്ങൾ ധരിച്ചെത്താമെന്ന് സമ്മതിച്ചെന്നുമായിരുന്നു പ്രചാരണം. ഈ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ഹൈസ്കൂൾ ക്ലാസുകളിൽ മുതിർന്ന കുട്ടികളായതുകൊണ്ട് ഷാൾ ഇടാനുള്ള അനുവാദം നേരത്തെ തന്നെ നിലവിലുണ്ട്. എന്നാൽ UP സ്കൂൾ കുട്ടികളെ മനഃപൂർവ്വം ചിലർ മതവസ്ത്രങ്ങൾ ധരിപ്പിച്ച് സ്കൂളിലേക്ക് വിട്ട് പ്രശ്നങ്ങളുണ്ടാക്കാൻ ചിലർ ശ്രമിച്ചെന്നാണ് ആരോപണം. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, വയനാട്.